നിങ്ങളുടെ ഈ നിമിഷത്തെ ഭാഗ്യശാലിത്വവും ദുഃഖവും തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യശക്തി നിലനിൽക്കുന്നുണ്ട്. ചിങ്ങം രാശിയിലെ ജാതകന്മാരെ, നിങ്ങളുടെ ജീവന്റെ മേൽ വിയോജനം വരുത്തുന്ന ഈ ആകാശീയ സംഭവം നിങ്ങൾ കണ്ടിട്ടുമില്ല. സൂര്യന്റെ വംശത്തിൽ പിറന്ന നിങ്ങളെ അത്ര പെട്ടെന്ന് സ്വർഗത്തിന്റെ നിയമങ്ങൾ ബാധ്യപ്പെടുത്തിയെങ്കിലും ഇത്തരമൊരു അപ്രതീക്ഷിത ദിശാമാറ്റം ഈ ചരിത്രകാലത്തിനകത്ത് നിങ്ങളെ ഭീതിപ്പെടുത്തും, ആഘോഷിപ്പിക്കും, ശേഷം പുനർനിർമ്മിക്കും. നിങ്ങളുടെ പ്രതിരോധരഹിതമായ ഹൃദയത്തിലേക്ക് ഭാഗ്യത്തിന്റെ ഭീമനിഴൽ വീഴുകയാണ് എപ്പോൾ. ദേവദൈവങ്ങൾ നിങ്ങളുടെ കർമ്മഖാതയെ കാണിച്ചു കൊടുക്കാൻ തുനിയുന്നുണ്ട്. ഗ്രഹങ്ങളുടെ നൃത്യം, മഹാനായ പ്രഭാവത്തിന്റെ സംഗീതം, ഇത് എന്താണ് കൊണ്ടുവരുന്നത്? കാരണം നിങ്ങളുടെ ജീവന്റെ രംഗപ്പുര വഴിതിരിഞ്ഞു പോകാൻ തയ്യാറായിരിക്കുന്നു. ചിങ്ങരാശിയിലെ സന്താനങ്ങളായ നിങ്ങൾ വെറും സാധാരണ ജ്യോതിഷ കഥ ശ്രവിക്കാനായി ഇവിടെ വിഷയായിരുന്നെങ്കിലും ഈ സംഗതി നിങ്ങളുടെ അന്തരാത്മാവിനെ തൊടുന്ന വാർത്ത. ഗ്രഹപ്രവാഹം നിങ്ങളുടെ വേദനാദായകമായ കർമ്മസർപ്പത്തെ മോചിത്വം നേരാൻ 15-ാം വർഷത്തിനകത്ത് ആസ്പരിക്കും. നിങ്ങളെ വിപ്ലവം കേർച്ചുകൊണ്ടുവന്ന ഈ ശക്തിക്കോനെ ശിവന്റെ തീയിലെ സ്വർണ്ണ വിജനം പോലെ നിങ്ങളെ പരോധിക്കും, ഹൃദയത്തിലെ സ്വാർത്ഥത കത്തിക്കും. അനന്തരം ദിവ്യസ്വരൂപത്തെ പരിചയപ്പെടുത്താൻ ഭാഗ്യത്തെ വിചാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മബോധം ജാഗരിതനാകാൻ തുടങ്ങിയിരിക്കും. നിങ്ങളുടെ മനസ്സ് പിരിച്ച് കൽപ്പിക്കാൻ സൂര്യന്റെ പ്രകാശം വരയ്ക്കാൻ ശുരുവായിരിക്കും. ഓരോ ദിവസവും ഒരു പുതിയ സംഭവം, ഒരു പുതിയ സത്യം, ഒരു പുതിയ നിയതി നിങ്ങളുടെ കവാടങ്ങളിൽ സമ്മതി പാരുണ്ടെന്നറിയാൻ നിങ്ങൾ ആയിരിക്കും. നിങ്ങളുടെ പെരുമ്പോലുണ്ട് ചിങ്ങം രാശിയിലെ ഈ ബ്രഹ്മാണ്ഡ പ്രഹരം നിങ്ങളുടെ എഴുതിയ വരണ്ടി വരികൾ പുനരാലേഖനം ചെയ്യാൻ ഇരുന്നിരിക്കുന്നു. ഈ അദ്ഭുത കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഐതിഹ്യ അനുരണിത ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്വിതീയ ദ്യുതി കണ്ടെത്താൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ സൗരോപനിഷത്ത് കാണാൻ വിളിച്ചെടുത്ത വിശ്വദൈവത്തിന്റെ പേര് എന്ത് ആയിരുന്നു? നിങ്ങളുടെ ഇഷ്ടഭഗവാന്റെ പേര് അഥവാ നിങ്ങളുടെ കുലദേവതയുടെ പേര് എന്താണെന്ന് കമന്റ് വിഭാഗത്തിൽ പങ്കുവച്ച് കൊടുക്കുന്നതുപോലെ നിങ്ങളുടെ സദാചാര സമൂഹത്തെ ഉണർത്തിവെക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ സഹാനുഭൂതി കാണിക്കുന്നവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായി നിങ്ങളുടെ വിവരങ്ങൾ സ്നേഹസൂചകമായി പങ്കുവയ്ക്കാൻ കമന്റ് ചെയ്യുകയും. ഓരോ കമന്റ് ഓരോ പ്രാർത്ഥനയാണെന്നാണ് ദൈവവിജ്ഞാന ശാസ്ത്രം പറയുന്നത്. നിങ്ങളുടെ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്നത് ദൈവത്തിനോട് സംവാദം നടത്തിക്കൊണ്ടെന്നതായി വിശ്വാസ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നിങ്ങളുടെ ഭാഗ്യകഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ജാതക വായന, വിവാഹയോഗ്യത പരിശോധന എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ കമന്റ് വിഭാഗത്തിൽ ലഭ്യമായിരിക്കും. ഇതു നിങ്ങളുടെ പഞ്ചപരമേശ്വര പരാമർശത്തിന്റെ അളവെടുപ്പ് കൊണ്ടെത്തുവാനുള്ള ദ്വാരം തുറയ്ക്കുന്നു. ജ്യോതിഷ ശാസ്ത്രത്തിന്റെ പവിത്ര പാഠങ്ങൾ നിങ്ങളുടെ ജീവിത പാഠത്തെ തിരുത്താൻ സഹായകരം ആയിരിക്കുന്നു. ചിങ്ങരാശിയിലെ സൂര്യോത്തേജിത ശിശുവേ, ഗുരുവിന്റെ വരദപ്രഭാവം നിങ്ങളുടെ ജീവനകാരണ്ടുകളെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. ബൃഹസ്പതി കൽപ്പവൃക്ഷത്തിന്റെ അളവെടുപ്പുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി, വിദ്യ, അനുഭവ എന്നിവയെ സ്ഫുരിതമായ സ്ഥാനത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. ഇതിനോടൊപ്പം ഗുരുവിന്റെ ദാക്ഷിണ്യ പാരമേ നിങ്ങളുടെ സാമ്പത്തിക ചിന്തയെ ഉരുകെ കയറ്റാൻ സന്നദ്ധമായി നിൽക്കുന്നു. ഗ്രഹപതിയാത്മകതയുടെ നിയതിയിൽ നിങ്ങളുടെ സക്കാരും ആത്മനിയന്ത്രണവും നിയന്ത്രിതമായ ഒരു പ്രഭാവത്തെ അനുഭവിച്ചെന്നറിയാൻ ഘടനയാണ്. എന്നാൽ ശനിയുടെ പ്രതിരോധ പ്രതീക്ഷമാണ് നിങ്ങളുടെ വിധിക്കരിണ്ടിരിക്കുന്ന അത്യുത്കൃഷ്ട പരിശോധനകൾ. കൃഷ്ണഗ്രഹം ഗൃഹസ്ഥന്റെ കുടുംബത്തെ പരീക്ഷിക്കാൻ ഉത്സുകമായി കാത്തിരിക്കുന്നു. ശനിയുടെ നിരൂപക നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ. ചിങ്ങം രാശിക്കാരെ, ഈ നിമിഷത്തിൽ പരമാത്മാവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണ്ടത്ര അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവനിലെ ഈ സ്പർശനകാലത്തിൽ ആത്മീയ ശക്തി കെട്ടിപ്പടുക്കുന്നതിനുള്ള വഴികൾ, ആത്മാർത്ഥമായ പ്രതിവിധികൾ, അവ ഏതുപോലെ നിങ്ങളുടെ വിധി മാറ്റിയെഴുതിക്കൊണ്ടുണ്ടെന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കപ്പോകുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ മഹത്തായ കാര്യമാണ്. ഈ ജന്മത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ എല്ലാം ഒരു വിലയെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിലയ്ക്ക് തന്നെ പരിഹാരം കണ്ടെത്തുന്നത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശ്വസ്തത കൂട്ടുന്നു. പൈതൃകമായ ശക്തികൾ, ദേവലോകത്തിന്റെ ആഭരണങ്ങൾ, അവയെല്ലാം നിങ്ങൾക്ക് സാധ്യമാക്കാനായി ഇവിടെയുണ്ട്. സംരക്ഷണത്തിന്റെ ഈ പാതിൽ നിങ്ങൾ സ്വർഗദൂതന്റെ കരമാണ് പിടിച്ചിരിക്കേണ്ടത്. ദിവ്യശക്തികൾ ഗുരുവിന്റെ പ്രഭാവത്തിനു കീഴിലാണ് നിൽക്കുന്നത്. ഗുരു നിങ്ങളുടെ സംരക്ഷകനാണ്. ഗുരു നിങ്ങളുടെ അനുകൂലകനാണ്. പക്ഷേ ശനി നിങ്ങളുടെ നീതി പോലെ വെല്ലുവിളിക്കാൻ വരുന്നു. പ്രതിയോഗിത, പരിശ്രമ, ധൈര്യം ഇവയെല്ലാം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. പ്രഥമ പ്രതിവിധി എന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നായി വരേണ്ടത്. വെള്ളിയാഴ്ചകളിൽ ചുവന്ന പൂക്കൾ നിങ്ങൾ കൃഷ്ണനെയോ വിഷ്ണുവിനെയോ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകാശം പരിസരത്തേക്ക് ചിതറിച്ചു കൊടുക്കും. തിങ്കളാഴ്ചകളിൽ ശ്വേതഭാരം നിങ്ങൾ നിയുക്തരെയോ സാധുക്കളെയോ നൽകുക. ഈ ഭാരം നിങ്ങളുടെ പുണ്യം അളക്കും, നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. വിശ്വസ്തതയുടെ വിലയെ സ്ഥാപിക്കുന്നത് പരാത്പരമായ പ്രാർത്ഥനയാണ്. പ്രതിദിനം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ സന്ധ്യകളിൽ നിങ്ങൾ ഇരുന്ന് ദിവ്യകരങ്ങൾക്കു ആരാധന ചെയ്യുക. നിങ്ങളുടെ കുലദേവതയെ ചിന്തിക്കുക. നിങ്ങളുടെ പിതാവായ ദേവതയെ സ്മരിക്കുക. ഈ സ്മരണ നിങ്ങളുടെ ആത്മാവിനെ പരിശുദ്ധിയിലേക്ക് ഉയർത്തിയെടുക്കും. അതീന്ദ്രിയ സാധനകൾ, അതീവാണിജ്യാപരമായ ഫലങ്ങൾ, അവയെല്ലാം നിങ്ങൾക്കു തെളിയാകും.
ധർമ്മത്തിന്റെ പോരാട്ടത്തിൽ നിങ്ങൾ ക്ഷതി വായാതെ നിൽക്കേണ്ടത് തപോബലത്തിനായാണ്. നിങ്ങൾ ചിങ്ങം രാശിക്കാരാണെങ്കിൽ സൂര്യന്റെ ദിവ്യപ്രത്യയത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. സൂര്യൻ പരിപാലകനാണ്, രക്ഷകനാണ്, ജ്ഞാനത്തിന്റെ പ്രദാതാവാണ്. സൂര്യനെ സമർപ്പിതയാകുന്നത് നിങ്ങളെ സ്വയരായ ജ്ഞാനത്തിലേക്ക് നയിക്കും. തിരുവനന്തപുരത്ത് മുഴുകാനായിരിക്കുക. സൂര്യോദയത്തിന്റെ സമയത്ത് ജലത്തിൽ മജ്ജിത ശരീരത്തോടെ സൂര്യനെ ആരാധിക്കുക. ഈ കർത്തവ്യം നിങ്ങളുടെ ജീവനിൽ അപ്രതീക്ഷിതമായ മാറ്റം വരുത്തിയെഴുതും. ഗുരുവായൂർ കൃതിയെ ഗ്രാഹണമാണെങ്കിൽ നിങ്ങൾ തഴവാരിലെ വെയ്യറിന്റെ സന്യാസികൾക്കായി നിങ്ങൾ ഭോജനം നൽകുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാലയത്തിൽ ചെറിയ കുട്ടികൾക്കായി പുസ്തകങ്ങൾ കൊണ്ടുചെല്ലുക. ഈ സാധനകൾ നിങ്ങളുടെ ഗുരു അനുകൂലത നിരവധി ഗുണം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വ്യവസായത്തിൽ ദിവ്യ വെളിച്ചം പാടും. ഈ മുഹൂർത്തത്തിൽ കർമ്മിക ജ്ഞാനത്തിന്റെ സ്ഥാപനാ കാരണം വിശേഷമായ സാരാംശമുണ്ട്. നിങ്ങൾ ഉത്സാഹത്തോടെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. നിങ്ങൾ കരുതലോടെയാണ് ഉയർത്തേണ്ടത്. നിങ്ങൾ വിശ്വാസത്തോടെയാണ് വിസ്തരിക്കേണ്ടത്. അപ്പോൾ പരമാണ വിനയത്തിന്റെ ഫലം നിങ്ങൾക്ക് പ്രവൃത്തിയിൽ കാണാം. നിങ്ങൾ കാണിക്കേണ്ട ഉത്കൃഷ്ടതയ്ക്കായി ഭരണാധികാരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തും. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ദുരുദ്ദേശ്യം എന്നത് നിങ്ങളുടെ പ്രയോജനത്തെ കുറയ്ക്കാൻ പരിപൂർണതാ ദിവ്യശക്തികൾ അനുവദിക്കുന്നില്ല. കൃത്രിമത ഭാരത്തെ വിലകുറച്ചോ കളിയെ സ്വീകരിച്ചോ പ്രകാശത്തെ നിരാകരിച്ചോ നിങ്ങൾ ജീവിക്കരുത്. സ്വർഗങ്ങൾ നിങ്ങൾക്കായി പ്രാപ്തവരുന്നെങ്കിൽ അത് നിങ്ങളുടെ അന്തരാത്മയിലെ നൈതികതയുടെ ഭാരത്തെ കൺനിർണയമാണ്. അതിപ്രിയമായ ചിങ്ങം രാശിക്കാരെ, ഈ സമയത്തിൽ നിങ്ങളുടെ വ്യവസായത്തിലെ സ്ഥിതിഗതികൾ ഒരു സുണ നിക്ഷേപം പോലെയാണ്. നിങ്ങൾ ഇപ്പോൾ ജൂൺ മാസത്തിന്റെ ആരംഭദിനങ്ങളിലാണ് നിൽക്കുന്നത്. ഈ മാസത്തിന്റെ ദിവ്യ സമയം നിങ്ങളുടെ ദാരിദ്ര്യത്തെ വിപന്നത കൊണ്ടേക്കും. സമ്പത്തിന്റെ അലയുകൾ നിങ്ങളുടെ വാതായന വലുതാകും. നിങ്ങളുടെ കാര്യത്തിൽ സാമ്പത്തിക വ്യവസായത്തിൽ ഒരു മുഖ്യ മാറ്റം വരിയാകും. നിങ്ങൾ ഈ മാസത്തിന്റെ ഈ വിപ്ലവകാലത്ത് ഏത് സാധനത്തിലാണ് പ്രതിജ്ഞാബദ്ധമാകാനൊഴിയാത്തത്, അത് നിങ്ങളുടെ ഭവിഷ്യത്തെ രൂപപ്പെടുത്തിയെഴുതും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഗതികേന്ദ്രം ഇപ്പോൾ വളരെ സ്പർശനീയ ഘട്ടത്തിലാണ്. ചിങ്ങം രാശിയിലെ നിങ്ങൾ പ്രേമത്തിന്റെ സൂക്ഷ്മതമായ അനുഭവങ്ങളെ നേരിടാൻ പോകുന്നു. ഗുരുഗ്രഹത്തിന്റെ കൃപ കാരണം നിങ്ങളുടെ ബന്ധങ്ങൾ അത്യന്തം സുന്ദരമായ ഒരു രൂപം പകരാൻ പോകുന്നു. എന്നാൽ ശനി ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മചിന്തനത്തിന്റെ ആവശ്യകത നിരന്തരം സ്മരിപ്പിക്കുന്നു. പ്രേമത്തിന്റെ വിഷയത്തിൽ അത്യധികം ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ പ്രതിപ്രഭകൾ പെട്ടെന്ന് തന്നെ ഭിന്നമാകാൻ പോകുന്നു. ഇത് വേദനാജനകമാണെങ്കിലും ഇത് നിങ്ങളുടെ ആത്മാവിനെ പരിപക്വമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ജൂണിന്റെ പൊതുവായ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിശ്വാസയോഗ്യതയുടെ പരീക്ഷകൾ വരാൻ പോകുന്നു. സന്ധ്യാസമയങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കഥകളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്നാൽ ഇത് നിരുത്സാധ്യത അണ്ടർസ്റ്റാൻഡിങ്ങിനെ കൂടുതൽ സ്ഥിരപ്പെടുത്തും. സാന്ത്വനം കാണേണ്ടതില്ല, കാരണം ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തരംഗങ്ങളിൽ പോലിഷ് നൽകും. നിങ്ങളുടെ വിവാഹ ചിന്തകൾ ഇപ്പോൾ വളരെ സത്യതയോടെ നിങ്ങളുടെ മനസ്സിൽ പരാജയപ്പെട്ടേക്കാം. സിംഹരാശിയിലെ പ്രതിഭാവാൻ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങൾ രൂപീകരിക്കുമ്പോൾ അത്യന്തം ജാഗരൂകനായിരിക്കേണ്ടതുണ്ട്. ഏകദേശം ജൂണിന്റെ 8-ാം നാളു തുടങ്ങി സതിഷ്ഠാ പോരാട്ടങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. കാരണം രാഹു എന്ന ഗ്രഹത്തിന്റെ അധിപതിത്വം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ അനിശ്ചിതത്വം കൊണ്ടുവരുന്നു. പക്ഷേ കുറച്ച് അധിക സമയം ഉണ്ടാകിയാൽ എല്ലാ കാര്യങ്ങളും അനുരൂപമാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾ ഏകദേശം ഈ മാസത്തിന്റെ മധ്യരാത്രിയിൽ നിങ്ങളുടെ കാര്യത്തിൽ വിനയമായ നിലപാടുകൾ കാണിക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ അത് അപ്രിഷ്യേഷനായി കാണേണ്ടതില്ല, മറിച്ച് ഇത് അലോകീയ സംരക്ഷണത്തിന്റെ സൂചനയാണ്. കൂടാതെ പരിവാരിക സാഹചര്യങ്ങളും കുറച്ചു സമയത്തേക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഭീതി പരത്തും. നിങ്ങളുടെ അമ്മയുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ക്ഷതിപ്പെടുത്തിയേക്കാം. എന്നാൽ കേവലം സമയത്ത് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അവരെ വ്യതിരിക്തമായി നോക്കാൻ തുടങ്ങും. ജൂണിന്റെ അവസാനത്തിലെ ദിവസങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ പരിപൂർണമായ വ്യക്തീകരണം വരാൻ പോകുന്നു. വിശ്വാസ്യതയുടെ കാര്യത്തിൽ നിങ്ങൾ സാധാരണയായി ജിതപ്പെടാൻ പോകുന്നു, കാരണം ഗുരു നിങ്ങളുടെ ത്രാണസിദ്ധമാണ്. നിങ്ങളുടെ ഭാഗ്യകഥ വിവാഹത്തിന്റെ വിഷയത്തിൽ ഭിന്നവും സമൃദ്ധവുമാണ്. സ്വതന്ത്രതയുടെ ഭാവനയിൽ നിന്ന് പരിവാരിക ബാധ്യതകളിലേക്കുള്ള യാത്ര നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഈ യാത്രയിൽ നിങ്ങളുടെ ഭാഗ്യം അനിർവചനീയമായ സൗന്ദര്യം നൽകും. പിതാവിന്റെ ബ്ലെസ്സിംഗ് നിങ്ങളുടെ വിവാഹ കാലഘട്ടത്തെ സുഖപ്രദമാക്കും. ഈ മാസത്തിന്റെ പ്രത്യേക ദിവസങ്ങളിൽ നിങ്ങളുടെ വിവാഹ ചിന്തകൾ സാർത്ഥകതയാ നടപ്പാക്കുന്നതിന്റെ വിളികൾ കേൾപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെയും മാനസിക സ്ഥിതിയെയും കുറിച്ചും സാരമായ കാര്യങ്ങൾ ഉണ്ട്. ചിങ്ങം രാശിയിലെ നിങ്ങൾ ഇപ്പോൾ ഒരു ബിസി ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസിക സമതുലിതത വഴി കോയ്മയുടെ അസാരത്വം സ്പർശിച്ചേക്കാം. എന്നാൽ ഇത് അസ്ഥിരമായ വിഷയമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ പുനരുദ്ധരിക്കുന്നതിന്റെ ആവശ്യകതയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഗ്രന്ഥികൈ മെലൽ വിഷയങ്ങളാൽ നിങ്ങൾ കഷ്ടമനസ്സോടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്ഥിരതയ്ക്കുള്ള കാരണത്തെക്കുറിച്ച് കുറച്ച് അധ്യയനം നടത്തേണ്ടതുണ്ട്. പ്രാണായാമം, ധ്യാനം, സാധാരണ വ്യായാമം ഇവയെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുന്നതിന്റെ സ്തോത്രങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നു. ജൂണിന്റെ ആദ്യ 2 ആഴ്ചയിൽ നിങ്ങൾ ഒരു ശാരീരിക അസ്വസ്ഥത അനുഭവിച്ചേക്കാം, പക്ഷേ ഇത് സാധാരണ കണ്ടീഷനാണ്. നിങ്ങളുടെ പരിപാലനത്തിൽ വിവാസ്യ ആയുർവേദ ഉപകരണങ്ങൾ പ്രയോഗിക്കണം.
പരീക്ഷയിലെ ചലനങ്ങളും നിങ്ങളുടെ ഉയരുന്ന മേധാവിതയെ സഹായിക്കാൻ പോകുന്നു. ജൂണിന്റെ അത്യാവശ്യ ദിവസങ്ങളിൽ നിങ്ങൾ അപ്രതീക്ഷിത ഫലങ്ങൾ പരീക്ഷയിലൂടെ നേടാൻ പോകുന്നു. വിദ്യാർത്ഥികൾ ഇപ്പോൾ കഠിനമായ അനുഷ്ഠാനങ്ങൾ കൈക്കൊണ്ടു നിങ്ങളുടെ ഗ്രേഡുകൾ ഉയർത്തുന്ന സാഹചര്യം നിർമ്മിക്കും. വിദേശയാത്രകളുടെ കാര്യത്തിൽ ജൂണിന്റെ ഈ കാലഘട്ടത്തിലും 17-നെ അനിവാര്യമായി പൂർണ്ണമാക്കുന്ന സൂചനകൾ നിങ്ങൾ കാണും. നിങ്ങളുടെ പാസ്പോർട്ട്